മരിക്കാണ്, കടലിൽ കിടന്ന് മരിക്കും. എന്താ വെള്ളം കുടിച്ച് മരിക്കാലോ? നാട്ടുകാർ പറഞ്ഞോണ്ട് നടക്കില്ല, അവൻ വെള്ളം കിട്ടാതെ ചാളെടുത്ത് അടിക്കും ഞാൻ. വന്നാ ഇങ്ങോട്ട് കണ്ടോ മുതലാളി ഞങ്ങളുടെ ക്യാച്ച്? ചത്തട്ടും പെടക്കണ പെടകണ്ട. മുതലാളിയുടെ മുഖത്ത് സന്തോഷം ഉരുണ്ടു കൊടുത്ത് കണ്ടോ? ശരിയാ ശരിയാ, മുഴുവൻ തലച്ചാളയാ. പട്ടിക്ക് പോലും വേണ്ടാത്ത മീനും കൊണ്ട് വന്നിരിക്കുന്നു നാറികള്. ഇതിനാണോ ഇത്രയും കാശും ചെലവാക്കി നീയൊക്കെ കടലിൽ പോയത്? കടലിൽ കിടക്കുന്ന മീനല്ല മുതലാളി, ഞങ്ങൾ ഷൂൾ അടിച്ചാ കൂടെ വരില്ലല്ലോ, വലയിൽ കൊടുക്കുന്നല്ല കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിറയെ മീനുള്ളടത്ത് വലയിടണം, അതാണ് ആരെ എന്റെ മിടുക്ക്. ശപ്പന്മാര് മുതലാളി. ശപ്പന്മാരോ? അതാരാ ബോസ്കണ്ണ? മുതലാളിയുടെ ഏതെങ്കിലും ബന്ധുക്കളായിരിക്കും. ഇനി ആരായാലും നമുക്ക് എന്താ, നമുക്ക് തല്ലി കിട്ടിയാ മതി. ഇത് തലച്ചാളയല്ല, അടിച്ചാളയാ, പിടിച്ചാള. ഓ എന്റെ കർത്താവേ, 10-75 ലിറ്റർ മണ്ണെണ്ണ കത്തിച്ച് കടലിൽ പോയിട്ട് എല്ലാരും കൂടെ ആകെ കൊണ്ടുവന്ന ഇതാ. വെള്ളാസേ, ഒരു 1200 തുടങ്ങിക്കോ. 1200 ഒരു 2500 തുടങ്ങിയാലേ മുതലാവൂ. വാങ്ങാൻ ആളുണ്ട്. ആര്? ചത്തുപോയ നിന്റെ അപ്പം പ്ലാച്ചോട്ടി മത്തായിയോ? വഞ്ചിയും വലയും വക്കച്ചൻ്റെതാണെങ്കിൽ മീനിന്റെ വിലയും വക്കച്ചൻ തീരുമാനിക്കും. നിനക്ക് മോലാവത്തില്ലെങ്കിൽ നാളെ മുതൽ നീ എന്റെ വഞ്ചിയെ പോകണ്ട. അതെ അതെ അതെ, ഒരു കത്തയച്ചാ മതി, മീൻ അഡ്രസ് തപ്പി പിടിച്ച് വീട്ടിലോട്ട് വന്നോളൂ. ഇത് തെമ്മാടിത്തരാം. വെളുപ്പം കാലം